छात्रों, आज हम एक नई कहानी पढ़ेंगे। इस कहानी का नाम है ज्ञान मार्ग। ज्ञान मार्ग एक एकांगी है जो लिखा है असगर वजाहत ने। അസ്ഗർ വസാഹത്ത് എന്ന രചയിതാവ് എഴുതിയ ഏകാംഗ നാടകമാണ് ഗ്യാൻ മാർഗ്. ഏകാംഗ നാടകങ്ങളെക്കുറിച്ച് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അസ്ഗർ വസാഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഏകാംഗ നാടകമാണ് നമ്മൾ പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേര് ഗ്യാൻ മാർഗ്. ഇവിടെ 3 രാജകുമാരന്മാരുടെ അഹങ്കാരത്തിൻ്റെ കഥയാണ് പാഠഭാഗത്തിൽ പറയുന്നത്. 3 राजकुमारों की अहंकार की कहानी. वो कौन से विषय पर अहंकार करते हैं? वे तीनों ज्ञान पर अहंकार करते थे. ആ 3 പേരും എന്തിലാണ് അഹങ്കരിച്ചിരുന്നത്? ജ്ഞാൻ, അറിവിലാണ് അഹങ്കരിച്ചിരുന്നത്. तीनों ज्ञान पर अहंकार करते थे. 3 പേരും എന്തിൽ അഹങ്കരിച്ചിരുന്നു? അറിവിൽ. ആരാണ് വലിയ അറിവുള്ളവൻ എന്നതാണ് അവർ തമ്മിലുള്ള തർക്ക വിഷയം. അഹങ്കരിക്കാൻ പാടുണ്ടോ അറിവിൽ എന്നത് നമ്മളെ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. तो हम शुरू करते हैं. पाठ का नाम क्या है? ज्ञान मार्ग, അറിവിലേക്കുള്ള വഴി. देखिए, 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 राजकुमार, 3 का अर्थ है 3. 3 രാജകുമാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 രാജകുമാരന്മാർ. गुरुकुल में अपनी पढ़ाई पूरी करके. वे कहाँ पढ़ाई पूरी किया? ഗുരുകുൽ. എവിടെയാണ് അവിടെ പഠനം പൂർത്തിയാക്കിയത്? ഗുരുകുലത്തിലാണ്. ഗുരുകുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിൻ്റെ വീട്. പണ്ട് കാലത്ത് ഗുരുവിൻ്റെ വീടായിരുന്നു വിദ്യാലയമായിരുന്നത്. അപ്പോൾ 3 രാജകുമാരന്മാർ गुरुकुल में अपनी पढ़ाई पूरी करके. पढ़ाई पूरी करना का अर्थ क्या है? പഠിത്തം പൂർത്തിയാക്കുക. तो अपनी पढ़ाई पूरी करके करने के बाद പൂർത്തിയാക്കിയതിന് ശേഷം घर लौट रहे हैं. വീട്ടിലേക്ക് ലൗട്ട്ന. എന്താ ലൗട്ട്ന? മടങ്ങിപ്പോകുക. घर लौट रहे हैं. വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു ये तीनों राजकुमार, 3 രാജകുമാരന്മാർ. तीनों घने जंगल से गुजर रहे. 3 പേർക്കും ഘന ജംഗൽ സെ. എന്താണ് ഘന ജംഗൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഘന ജംഗൽ, കൊടും കാട്. എന്താണ് ഘന ജംഗൽ എന്ന് പറഞ്ഞാൽ? കൊടും കാട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശേഷണങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇവിടെ ഘന ജംഗൽ, ഇതിലെ വിശേഷണ ശബ്ദം ഏതാണ്? ഘന അല്ലേ? ആദ്യത്തെ ശബ്ദമായ ഘനയാണ് വിശേഷ ശബ്ദം. तो तीनों രാജകുമാർ कहाँ से गुजर रहे हैं? ഏത് വഴിയിലാണ് കടന്നു പോകുന്നത്? ഘനേ ജംഗൽ സെ, കൊടും കാടിലൂടെ. ഗുസർന, എന്താ ഗുസർ ജാന? കടന്നു പോകുക. ഗുസർ രഹേ ഹേ, കടന്നു പോകുകയാണ്. तीनों രാജകുമാർ ഘനേ ജംഗൽ സെ ഗുസർ രഹേ ഹേ, കടന്നു പോകുകയാണ്. उसमें राजकुमार एक. हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया. हम तीनों इस बात पर गर्व कर सकते हैं. हम तीनों, നമുക്ക് 3 പേർക്കും इस बात पर गर्व कर सकते हैं, ഈ കാര്യത്തിൽ गर्व कर सकता. എന്താ गर्व करना? गर्व करना അഹങ്കരിക്കുക. हम तीनों इस बात पर गर्व कर सकते हैं, നമുക്ക് അഹങ്കരിക്കുക. कि എന്തിനാണ്? हमने ज्ञान प्राप्त कर लिया. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? അറിവ് നേടിയിരിക്കുന്നു. तो तीनों राजकुमार किस बात पर गर्व किया? ഏത് കാര്യത്തിലാണ് അഹങ്കരിച്ചത്? कि तीनों ज्ञान प्राप्त कर लिया है. അറിവ് നേടിയിരിക്കുന്നു എന്ന കാര്യത്തിലാണ് അവർ അഹങ്കരിക്കുന്നത്. ഇതാരാണ് പറയുന്നത്? രാജകുമാർ ഏക്, രാജകുമാരൻ ഒന്നാണ് പറയുന്നത്. രാജകുമാർ ദോ, രണ്ടാമത്തെ രാജകുമാരൻ എന്താണ് പറയുന്നത്? संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. संसार में, എന്താ संसार എന്ന് പറഞ്ഞാൽ? संसार ലോകം.
संसार में कितने कम लोगों को ലോകത്തിൽ എത്ര കം ലോഗ് എന്താ കം ലോഗ് എന്ന് പറഞ്ഞാൽ കുറവ് ആളുകൾക്കാണ് യ സൗഭാഗ്യ ഇത്തരത്തിലൊരു ഭാഗ്യം പ്രാപ്ത് होता है ലഭിക്കുന്നത്. संसार में कितने कम കം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവ് ലോകോം കോ ആളുകൾക്കാണ് യ സൗഭാഗ്യ ഈ ഒരു ഭാഗ്യം നേടാൻ കഴിയുന്നത്. പ്രാപ്ത് ഹോന നേടുക ലഭ്യമാകുക. അപ്പോൾ എന്താണ് ഇവിടെ പ്രാപ്തമായിട്ടുള്ളത്? ജ്ഞാൻ അറിവെന്ന വലിയ കാര്യമാണ് ലോകത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പ്രാപ്തമാകുന്നത്. രാജകുമാർ തീൻ पर हम सबका ज्ञान ബരാബർ നഹി. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും അറിവ് എങ്ങനെയുള്ളതല്ല? ബരാബർ നഹി ഒരേപോലെയല്ല. ബരാബർ എന്താ ബരാബർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ. ഹം സബ്കാ ജ്ഞാൻ നമ്മുടെ എല്ലാവരുടെയും അറിവ് ബരാബർ നഹി ഒരുപോലെയല്ല. ആരാ പറയുന്നത്? രാജകുമാർ തീൻ പറയാണ് ഹം സബ്കാ ജ്ഞാൻ നമ്മുടെ എല്ലാവരുടെയും അറിവ് ബരാബർ നഹി ഒരുപോലെയല്ല എന്നാണ് രാജകുമാർ 3ന്റെ അഭിപ്രായം. രാജകുമാർ 3 പറഞ്ഞത് എന്താണ്? ഹം സബ്കാ ജ്ഞാൻ ബരാബർ നഹി. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? രാജകുമാർ 1 ചോദിക്കുകയാണ്, ക്യാ മത്ലബ് ഹേ തുമാര? ക്യാ മത്ലബ് ഹേ തുമാര? എന്താണ് മത്ലബ് എന്ന് പറഞ്ഞാൽ? മത്ലബ് കർണ ഉദ്ദേശിക്കുക. ക്യാ മത്ലബ് ഹേ തുമാര? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാ മത്ലബ് ഹേ തുമാര? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജകുമാർ തീൻ മേരാ ജ്ഞാൻ എൻ്റെ അറിവ് തും ദോനോം കെ ജ്ഞാൻ സേ നിങ്ങൾ രണ്ടുപേരുടെ അറിവിനേക്കാളും അധികമാണ്. മേരാ ജ്ഞാൻ എൻ്റെ അറിവ് തും ദോനോം കെ ജ്ഞാൻ സേ നിങ്ങൾ രണ്ടുപേരുടെയും അറിവിനേക്കാളും അധികമാണ്. ആരാ പറയുന്നത്? രാജകുമാർ തീൻ. രാജകുമാർ 1 മറുപടി പറയാണ്, കൈസി മൂർഖതാ വാലി ബാത്തേ कर रहे हैं. कैसी മൂർഖതാ വാലി ബാത്തേ എത്തരം വിഡ്ഢിത്തം നിറഞ്ഞ കാര്യങ്ങൾ. കൈസി എത്തരത്തിലുള്ള മൂർഖതാ വാലി ബാത്തേ. എന്താ മൂർഖതാ വാല്? മൂർഖത വിഡ്ഢിത്തം നിറഞ്ഞ മൂർഖതാ വാലി ബാത്തേ വിഡ്ഢിത്തം നിറഞ്ഞ കാര്യമാണ് കരേഹെ പറയുന്നത്. കരേഹെ പറയുന്നത്. മൈ തും ദോനോ സേ ബഡാ ഹും. മൈം തും ദോനോ സേ ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാളും ബഡാഹും വലിയവനാണ്. മൈം തും ദോനോ സേ ബഡാഹും വലിയവനാണ്. മേരേ ഹി പാസ് എൻ്റെ കൈകളിലാണ് ജ്യാദാ ജ്ഞാൻ കൂടുതൽ അറിവുള്ളത്. എന്തുകൊണ്ടാണ് രാജകുമാർ 1 വലിയ അറിവുള്ളവനെന്ന് പറയുന്ന കാരണം രാജകുമാർ 1 ബഡാ ഹെ വലിയവനാണ്. ബാക്കി 2 രാജകുമാരോं से ബാക്കിയുള്ള 2 രാജകുമാരന്മാരെക്കാളും. इसलिए वो कहता है मेरे पास ज़्यादा ज्ञान है എൻ്റെ കയ്യിലാണ് കൂടുതൽ അറിവുള്ളത് എന്നാണ് അവൻ്റെ അഭിപ്രായം. രാജകുമാർ 2 मैं तो गुरुकुल आने से पहले भी पढ़ता था. मैं तो गुरुकुल आने से पहले ഞാൻ ഈ ഗുരുകുലത്തിലേക്ക് ആനേ സേ പഹലെ വരുന്നതിന് മുൻപ് തന്നെ പഠിച്ചിരുന്നു. ആര് പഠിച്ചിരുന്നു? രാജകുമാർ 2 പറയാണ്, മൈ ഗുരുകുൽ ആനേ സേ പെഹലെ ബി പഠിത്താതാ ഞാൻ ഈ ഗുരുകുലത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചിരുന്നു. മേരാ ജ്ഞാൻ തും ദോനോ സേ ജ്യാദാ ഹെ എൻ്റെ അറിവ് അതുകൊണ്ട് തും ദോനോ സേ നിങ്ങൾ രണ്ടുപേരെക്കാളും ജ്യാദാ ഹെ കൂടുതലാണ്. രാജകുമാർ 2 പറയാണ്, മേ ഗുരുകുൽ ആനേ സേ പെഹലെ ബി പഠിത്താതാ ഞാൻ ഗുരുകുലത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേരാ ജ്ഞാൻ എൻ്റെ അറിവ് തും ദോനോ സേ നിങ്ങൾ രണ്ടുപേരെക്കാളും ജ്യാദാ ഹെ കൂടുതലാണ്.
രാജകുമാർ ഒന്ന് ഇതിന് മറുപടി എന്താ കൊടുത്തത്? മേരേ പിതാ ബഹോത് ബഡേ ജ്ഞാനി ഹെ. മേരേ പിതാ, എൻ്റെ പിതാവ്, ബഹോത് ബഡേ ജ്ഞാനി ഹെ, ഒരു വലിയ പണ്ഡിതനാണ്. ആരുടെ പിതാവ്? രാജകുമാർ ഏക്കിൻ്റെ പിതാവ്. മേരേ പിതാ, എൻ്റെ പിതാവ്, ബഹോത് ബഡാ ജ്ഞാനി ഹെ, ഒരു വലിയ പണ്ഡിതനാണ്. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ, അദ്ദേഹത്തിൻ്റെ പുത്ര ഹോനെ കെ നാത്തെ, പുത്ര ഹോന മകനായതിനാൽ, പുത്ര ഹോനെ കെ നാത്തെ മകനായതിനാൽ, മൈ തും ദോനോ സെ ജ്യാദാ വിദ്വാൻ ഹോ, ഞാൻ തും ദോനോം സെ, നിങ്ങൾ രണ്ടുപേരെക്കാളും, ജ്യാദാ ധാരാളം, കൂടുതൽ, വിദ്വാൻ ഹോ പണ്ഡിതനാണ്. കാരണം എന്താണ്? മേരെ പിതാ, എൻ്റെ പിതാവ്, ബഹോത് ബഡേ ജ്ഞാനി ഹേ, വലിയ പണ്ഡിതനാണ് കേട്ടോ. ഉൻകാ പുത്ര ഹോനെ കെ നാത്തെ, അദ്ദേഹത്തിൻ്റെ മകനായതിനാൽ, മൈ തും ദോനോ സെ, നിങ്ങൾ രണ്ടുപേരെക്കാളും, ജ്യാദാ വിദ്വാൻ ഹോ, കൂടുതൽ പണ്ഡിതനാകുന്നു. രാജകുമാർ ദോ, പിതാ സെ ക്യാ ഹോത്താ ഹേ, അച്ഛൻ വിദ്വാനായതുകൊണ്ട് എന്താണ് കാര്യം? പിതാ സെ ക്യാ ഹോത്താ ഹേ, അച്ഛൻ പണ്ഡിതനായതുകൊണ്ട് എന്താണ് കാര്യം? മേരി മാതാ, എൻ്റെ അമ്മ, മേരി തോ മാതാ, എൻ്റെ അമ്മ, ദേശ് കി ജാനി മാനി വിദുഷി ഹെ, ഈ രാജ്യത്തിലെ ജാനി മാനി അറിയപ്പെടുന്ന, ജാനി മാനി അറിയപ്പെടുന്ന, വിദുഷി ഹെ പണ്ഡിതയാണ്. മേരി മാതാ, എൻ്റെ അമ്മ, ദേശ് കി ജാനി മാനി വിദുഷി ഹെ, രാജ്യത്തിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതയാണ്. മേ ഉൻകെ പേട്ട് മേ, ഞാൻ അവരുടെ പേട്ട്, പേട്ട് എന്താണ്? വയറ്. പേട്ട് മേ, വയറിൽ, 9 മഹീനെ രഹാ ഹൂം, 9 മാസത്തോളം ജീവിച്ചിട്ടുണ്ട്. മേ ഉൻകെ പേട്ട് മേ, ഞാൻ അവരുടെ വയറിൽ, 9 മഹീനെ രഹാ ഹൂം, 9 മാസത്തോളം ജീവിച്ചിട്ടുണ്ട്. തും ദോനോ മേരാ മുഖാബല നഹി കർ സക്തേ, അതുകൊണ്ട് തും ദോനോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും, മേരാ മുഖാബല നഹി കർ സക്ത, എന്താ മുഖാബല കർണ? സാംന കർണ, നേരിടുക. തും ദോനോ മേരാ മുഖാബല നഹി കർ സക്ത, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ അറിവിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മുഖാബല നഹി കർ സക്ത, നേരിടാൻ കഴിയില്ല. എന്താ മുഖാബല കർണ? നേരിടാൻ കഴിയില്ല. രാജകുമാർ 3 പറയുകയാണ്, മേരെ ഘർ കെ സേവക്, മേരെ ഘർ കെ സേവക്, എൻ്റെ ഘർ, വീട്ടിലെ സേവകന്മാർ പോലും, ആരാണ് സേവകന്മാർ? സേവകന്മാർ, വേലക്കാർ. മേരെ ഘർ കെ സേവക്, എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും, മഹാപണ്ഡിത് ഹേ, വലിയ പണ്ഡിതന്മാരാണ്. ആരുടെ വീട്ടിലെ? രാജകുമാർ 3ൻ്റെ വീട്ടിലെ സേവക്, വേലക്കാർ പോലും, മഹാപണ്ഡിത് ഹേ, വലിയ പണ്ഡിതന്മാരാണത്രേ. തും ദോനോ മേരെ ആഖേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും, മേരെ ആഖേ, എൻ്റെ മുന്നിൽ, മൂർഖ് ഹേ, വിഡ്ഢികളാണ്. എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും വലിയ പണ്ഡിതന്മാരാണ് എന്ന് ആര് പറയുന്നു? രാജകുമാർ 3 പറയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 2 രാജകുമാർ 3ൻ്റെ മുന്നിൽ ആരാണ്? മൂർഖ്. എന്താ മൂർഖ് എന്ന് പറഞ്ഞാൽ? വിഡ്ഢികളാണെന്ന് പറയുന്നു. ആഖേ, മുന്നിൽ, ആഖേ മൂർഖ് ഹേ, വിഡ്ഢികളാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹർ രാജകുമാർ അപ്നെ കോ ബഡാ ജ്ഞാനി മാൻതാ ഹെ, അസൽ മേ ബഡാ ജ്ഞാനി കോൺ ഹെ? ഇങ്ങനെ എല്ലാ രാജകുമാരും ഞങ്ങളാണ് വലിയ പണ്ഡിതന്മാർ, അറിവുള്ളവരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും വലിയ പണ്ഡിതന്മാർ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഹാ, ആരായിരിക്കും? ജോ ജ്ഞാൻ ദൂസരാ ക ഉപയോഗ കർത്തേ ഹെ, ആരാണോ അറിവ് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരല്ലേ? അവരാരും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ 3 രാജകുമാരന്മാരെങ്കിലും ആരെങ്കിലും വലിയ രാജകുമാരന്മാരാണോ? അല്ല, വലിയ പണ്ഡിതന്മാരാണോ? അല്ല. कोई बड़ा ज्ञानी नहीं है, വലിയ പണ്ഡിതന്മാരൊന്നുമല്ല. क्योंकि ये तीनों ज्ञान पर अहंकार करते हैं. ഈ 3 പേര് എന്ത് ചെയ്യാണ്? അറിവിൽ അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 3 രാജകുമാരന്മാരുടെ അഹങ്കാരത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അവർ 3 പേരും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആരാണ് വലിയ പണ്ഡിതൻ എന്ന കാര്യത്തിൽ അവർ 3 പേരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരായിരിക്കും വലിയ പണ്ഡിതൻ എന്ന തർക്കം അവരെങ്ങനെയാണ് വിജയിക്കുക എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം.
അപ്പോൾ ഇന്നെടുത്ത ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ശരി, ഗുഡ് ബൈ.